ബീട്രൂട്ട് നിങ്ങൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഈ ഒരു കനത്തിൽ വേണം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ. പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 നുള്ളോളം ഗരം മസാല, ടീസ്പൂണോളം കുരുമുളകിന്റെ പൊടി, ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ച് കടലമാവ്, ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം കോട്ടായിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് തിളച്ച് വരുന്ന ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കഴിയുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട ഉടനെ ഇളക്കണ്ട, കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പും മധുരവും എരിയൊക്കെയുള്ള നല്ലൊരു ക്രഞ്ചി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചൂടോടെ സെർവ് ചെയ്യണേ.